ആറ്റുനോറ്റു വളർത്തിയ മകന്റെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരാനായി കഴിഞ്ഞ 10 വർഷത്തോളമായി ഒരമ്മ പോരാടുകയാണ്. സൗദി അറേബ്യയിലെ ഒരു പ്രമുഖ കൺസ്ട്രക്ഷൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ 2012 നവംബർ 15-നാണ് ജയവല്ലി ടീച്ചറുടെ മകൻ നവീൻ ഒരു റോഡ് ആക്സിഡന്റിൽ മരണപ്പെട്ടത്. മരണപ്പെടുന്നതിന് മുൻപ് കൺസ്ട്രക്ഷൻസ് മാനേജ്മെന്റുമായി നവീൻ അത്ര നല്ല സ്വരച്ചേർച്ചയിൽ ആയിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നാണ് മകന്റെ മരണത്തിലെ ഒളിഞ്ഞിരിക്കുന്ന ദുരൂഹതയെക്കുറിച്ച് അമ്മ അറിയുന്നത്. മകന്റെ മരണശേഷം ഇൻഷുറൻസ് തുക നോർക്ക ജനറൽ കൺസൾട്ടന്റ് ആയ ഷിഹാബ് കൊട്ടുക്കാടിന് കൈമാറിയ വാർത്ത പ്രമുഖ മലയാള പത്രങ്ങൾ പോലും വാർത്തയാക്കിയിരുന്നു. മരണപ്പെട്ട മകന്റെ പേരിലായിരുന്ന ഇൻഷുറൻസ് ചെക്ക് തന്റെ പേരിലാക്കാൻ ജയവല്ലി ടീച്ചർ ഒരുപാട് ശ്രമിച്ചെങ്കിലും തന്റെ മകൻ വിവാഹിതനാണെന്നും ഇൻഷുറൻസ് തുകയുടെ അവകാശി മരണപ്പെട്ട മകന്റെ ഭാര്യയാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വ്യാജ കത്ത് എംബസിയിലേക്ക് അയച്ച് ആ പണം ആരൊക്കെയോ ചേർന്ന് തടഞ്ഞുവെച്ചു. എന്നാൽ നവീൻ വിവാഹിതനായിരുന്നില്ല. നവീന്റെ മരണത്തിലെ ദുരൂഹത മറയ്ക്കാൻ കൺസ്ട്രക്ഷൻസ് മാനേജ്മെന്റ് നോർക്ക വഴി ആ പണം തടഞ്ഞുവെക്കുകയായിരുന്നു. ക്യാൻസർ എന്ന മാരക രോഗവുമായി ഇഞ്ചോടിഞ്ച് പോരാടുന്നതിനോടൊപ്പം തന്റെ മകന്റെ മരണത്തിന് നീതി ലഭിക്കുന്നതിനും തടഞ്ഞുവെച്ച ഇൻഷുറൻസ് തുക തിരികെ ലഭിക്കുവാനും വേണ്ടി ജയവല്ലി ടീച്ചർ കയറിയിറങ്ങാത്ത പടികളില്ല. തുടർന്ന് ഇന്ത്യൻ പ്രസിഡന്റിനും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും പരാതി ബോധിപ്പിച്ച് കത്തയച്ചു. നഷ്ടപ്പെട്ട മകന്റെ ജീവനേക്കാളും വലുതല്ല ഈ ഇൻഷുറൻസ് തുകയെങ്കിലും മകന്റെ ജീവൻ എടുത്തവർക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ ഈ അമ്മ തയ്യാറല്ല.